മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസന്റെ അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും പലരും മുക്തരായിട്ടല്ല. ഏറെ നാളായി ശാരീരിക അവശതകൾ അലട്ടിയിരുന്നെങ്കിലും ശ്രീനിവാസൻ തിരിച്ചുവരും എന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. എന്നാൽ എല്ലാവരുടെ കാത്തിരിപ്പും പ്രതീക്ഷകളും വിഫലമാക്കി ഡിസംബർ 20 ശ്രീനിവാസൻ വിടവാങ്ങുന്നത്. മലയാളത്തിലെ മികച്ച നടന്മാരിൽ ഒരാൾ എന്നതിലപ്പുറം എക്കാലത്തെ മികച്ച തിരക്കഥാകൃത്തിൽ ഒരാൾ എന്ന വിശേഷണം കൂടി സ്വന്തമാക്കിയാണ് ശ്രീനിവാസൻ വിടവാങ്ങുന്നത്. മലയാള സിനിമയിലെ സുവർണ്ണകാലത്തെ വിശേഷിപ്പിക്കുന്ന 80കളിലും 90കളിലും ഗംഭീര തിരക്കഥകൾ കൊണ്ട് പ്രേക്ഷകരുടെ ബിഗ് സ്ക്രീൻ കാഴ്ചകൾ സമ്പന്നമാക്കിയ ആളാണ് ശ്രീനിവാസൻ. അതുകൊണ്ട് തന്നെ മലയാള സിനിമ ഒന്നാകെ ശ്രീനിവാസന് അന്തിമ ആചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള ശ്രീനിവാസന്റെ ഭൗതിക ശരീരത്തിന് സമീപം ദുഃഖിതനായി നിൽക്കുന്ന കാഴ്ചയും എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നതായിരുന്നു. തമിഴ് നടൻ പാർത്ഥിവൻ ചെന്നൈയിൽ നിന്ന് വിമാനത്തിൽ ജീവനക്കാരുടെ സീറ്റിലിരുന്ന് ശ്രീനിവാസനെ അവസാനമായി കാണാൻ എത്തിയിട്ടും വാർത്തയായിരുന്നു അത്. സൂര്യയും നേരിട്ടെത്തി അന്തിമാചാരം അർപ്പിച്ചിരുന്നു. കമലഹാസൻ, രജനികാന്ത് എന്നിവർ സോഷ്യൽ മീഡിയയിലെയും ആദരാഞ്ജലികൾ ചേർന്നു. അതിനിടെ നടൻ ജയറാമിനെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുകയാണ്. ജയറാം ശ്രീനിവാസന്റെ മൃതദേഹം കാണാൻ എത്താത്തതും സോഷ്യൽ മീഡിയയിൽ ഒരു അനുശോചന സന്ദേശം പോലും പങ്കുവയ്ക്കാത്തതുമാണ് താരത്തിനെതിരെ ഒരു കൂട്ടം വെട്ടുകിളികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ജയറാമിന്റെ കുടുംബത്തെ വരെ അധിക്ഷേപിച്ചാണ് പല പോസ്റ്റുകളും. ഇങ്ങനെ ഒരു തറക്കുടുംബത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ജയറാം, പാർവതി, കാളിദാസൻ, മാളവ്യ എന്നിവരുടെ ചിത്രം പങ്കുവച്ചാണ് സൈബർ ആക്രമണം. കൂടെ അഭിനയിച്ച ഒരു സഹപാത്രം മരിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത എന്ത് തിരക്കാണ് ഇയാൾക്കുള്ളത്. വന്ന വഴി ഒരിക്കലും മറക്കരുത് ജയറാം എന്നായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആൾക്കാരുടെ കമന്റുകൾ. മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും തുടങ്ങിയ മലയാള സിനിമയിൽ പലരും വന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതുകൊണ്ട് അങ്ങേരുടെ തിരക്കുകൾ മനസ്സിലാക്കാം. പക്ഷേ ജയറാം ഇയാൾ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ. പാർവതിയും ശ്രീനിവാസന്റെ എക്കാലത്തെ ഐക്കോണിക് സാധനമാണ് വടക്കുംനോക്കി യന്ത്രം. ഫോട്ടോസിന് എന്നും പാർവതിക്ക് ഒന്ന് വരാൻ പറ്റിയില്ലല്ലോ. സൂര്യ പോലും ഷൂട്ടിംഗ് നിർത്തി വെച്ച് വന്നു. ഇത്രയും ബന്ധമുള്ള ജയറാമും പാർവതിയും വന്നില്ല. ഇനി വേറെ വല്ല വഴി ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണോ എന്നും അറിയില്ലെന്ന് എല്ലാവരും പറയുന്നു.